നമസ്കാരം. കേരളം വേറെ ലെവലാണ്. ഒരു സംഖ്യയുടെ മുന്നിൽ മുട്ടുകുത്താൻ ഈ നാട് തയ്യാറല്ല. പിണറായി മോഡിയും തമ്മിൽ വലിയ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, വലിയ ബെടാ ബെടാ ദോസ്ത് എന്നാണ് കേരളത്തിലെ ചില മാധ്യമങ്ങളും ഇവിടത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന്റെ സംഘവും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ ആ വലിയ ബെടാ ബന്ധമുള്ളത് കൊണ്ട് ഏറ്റവും ഒടുവിൽ കേരളം ഒരു ബാധ്യത കൂടി സ്വന്തം നിലയ്ക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ കേന്ദ്ര സർക്കാരിനെ തള്ളി കേരളം. കേന്ദ്ര സർക്കാർ ഫണ്ട് കൂടി സംസ്ഥാനം നൽകും. വിഴിഞ്ഞത്തേക്ക് 817 കോടി രൂപയാണ് കേന്ദ്രം വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി നൽകേണ്ടത്. ഈ തുകയ്ക്ക് വരുമാന വിഹിതം തിരികെ നൽകണമെന്ന് കേന്ദ്രം അറിയിച്ചിരുന്നു. കേന്ദ്ര നിലപാടിന് പിന്നാലെ സ്വന്തം നിലയിൽ പണം നൽകാനാണ് കേരളത്തിന്റെ നീക്കം. നബാർഡിന്റെ വായ്പയിൽ നിന്ന് പണം നൽകുന്നതാണ് പരിഗണനയിലുള്ളത്. കണ്ടില്ലേ, ബെടാ ദോസ്തിന്റെ അടുത്ത സഹായം. വലിയ ആത്മബന്ധമുള്ളവർ ഇങ്ങനെയാണല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പാര വെച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് തരേണ്ട അർഹമായിട്ടുള്ള ഒന്നും ഈ നാടിന് തരില്ല. അത് വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ആയിക്കോട്ടെ, ഇപ്പോ വിഴിഞ്ഞത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ തരേണ്ട വയബിലിറ്റി ഗ്യാപ് ഫണ്ട് 817 കോടി രൂപ ഈ രാജ്യത്ത് ബാക്കി ഏതെല്ലാം തുറമുഖത്തിന് കൊടുത്തിട്ടുണ്ടോ അതെല്ലാം സൗജന്യമായിട്ടും കേന്ദ്രത്തിന്റെ ഒരു സഹായമായിട്ട് കൊടുത്തെടുത്ത് കേരളത്തിലേക്ക് വരുമ്പോൾ വായ്പയാക്കി മാറ്റുകയാണ്. അതായത് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകില്ല എന്താണ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. അതായത് വിഴിഞ്ഞം തുറമുഖം 8857 കോടി രൂപയുടെ പദ്ധതിയാണ്. ആ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ വളരെ വിശാല ഹൃദയത്തോടു കൂടി അദാനിക്ക് വേണ്ടി ഒപ്പിട്ട് കൊടുത്ത ആ കരാറിൽ 6000 കോടി രൂപ സംസ്ഥാനം ചെലവഴിക്കുന്നുണ്ട്. ബാക്കി 2587 കോടി രൂപയാണ് അദാനിക്ക് ഈ പോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയ്ക്ക് ചെലവഴിക്കുന്നത്. ബാക്കി തുക അദാനിക്ക് സംസ്ഥാനം 6000 കോടി രൂപ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി ആ കരാർ ഒപ്പിട്ടതല്ലാതെ ദൈവം സഹായിച്ച് 1 രൂപ അദാനിക്ക് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ഈ സംസ്ഥാനം കൊടുക്കേണ്ടി വന്ന ഫണ്ടാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. അതായത് ഈ തുറമുഖം പ്രവർത്തന സജ്ജമാകുന്ന സന്ദർഭത്തിൽ അത് ഏത് സംരംഭം ആയിക്കോട്ടെ, അപ്പോ ഇത് തുടക്ക കാലഘട്ടത്തിൽ ഇതിന് വേണ്ടത്ര വരുമാനം കുറവുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. ആ സമയത്ത് ഇതിന്റെ നടത്തിപ്പുകാരായിട്ടുള്ള അദാനിക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാകാതിരിക്കാൻ കേന്ദ്രത്തിന്റെ സഹായമായിട്ട് അദാനിക്ക് കൊടുക്കുന്നതാണ് 817 കോടി രൂപ എന്ന വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. അതായത് ഈ തുടങ്ങുന്ന സന്ദർഭത്തിൽ വലിയ വരുമാനം ഉണ്ടാകാതിരിക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ച് അദാനി ഗ്രൂപ്പുകാർക്ക് കൊടുക്കുന്നു. കേരളത്തിന് തരികയല്ല ചെയ്യുന്നത്, അതിന്റെ പോർട്ട് നടത്തിപ്പുകാർ എന്നുള്ള നിലയ്ക്ക് അവർക്ക് കൊടുക്കുന്ന ഫണ്ടാണ്. അതൊരു കേന്ദ്ര സഹായമായിട്ടാണ് തൂത്തുക്കുടി പോർട്ടിലായിക്കോട്ടെ രാജ്യത്തെ മറ്റ് എല്ലാ പോർട്ടുകളിലും അതിന്റെ നടത്തിപ്പുകാർക്ക് കൊടുത്തിട്ടുള്ളത്. പക്ഷെ കേരളത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ബെടാ ദോസ്ത് ബന്ധം ഉള്ളത് കൊണ്ട് തന്നെ 817 കോടി രൂപ അത് വായ്പയായിട്ട് തരാം എന്നാണ് ഇപ്പൊ അറിയിച്ചിട്ടുള്ളത്. അതിന് 2 തവണ സംസ്ഥാനം തിരിച്ച് കത്തയച്ചു. അത് പാടില്ല. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത്തരം ഒരു തീരുമാനം പിൻവലിക്കണം. ബാക്കിയുള്ള തുറമുഖങ്ങൾക്ക് കൊടുത്തതുപോലെ തന്നെ ഈ നാടിനും അത് ആ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എന്നുള്ളത് അത് കേന്ദ്ര സർക്കാരിന്റെ സഹായമായിട്ട് തന്നെ തരണം. കാര്യം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ GST എന്ന പേരിൽ ഞാനും നിങ്ങളൊക്കെ കൊടുക്കുന്ന നികുതിപ്പണമാണല്ലോ യുവമാരുടെ കയ്യിലിരിക്കുന്ന. ആ പണത്തിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. അല്ലാതെ മോഡിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സംഘപരിവാറുകാരുടെ ശാഖയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന പൈസയോ അല്ലെങ്കിൽ ഇവരുടെ തോട്ടത്തിൽ നിന്ന് അടയ്ക്ക പറിക്കുന്ന പൈസയല്ല. ഈ നാട്ടിലെ മലയാളികളായിട്ടുള്ള മനുഷ്യർ അവർ GST എന്നുള്ള നിലയ്ക്ക്, ഒരു രാജ്യം ഒരു നികുതി എന്നുള്ള നിലയ്ക്ക് ഏത് സാധനം വാങ്ങിച്ചാലും കൊടുക്കുന്ന നികുതി നേരെ കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയതിനു ശേഷം ഈ നാടിന് തരേണ്ട ഒരു തരത്തിലുള്ള സഹായവും തരുന്നില്ല. വയനാട് ദുരന്തം നിങ്ങൾ കണ്ടല്ലോ, ഇതുവരെ ചില്ലി കാശ് തന്നോ? കാര്യം നമ്മൾ ബെടാ ദോസ്താണ്. കാര്യം മോഡിയായിട്ടുള്ള വലിയ അടുപ്പ ബന്ധുവാണ്. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അദ്ദേഹം വലിയ ആത്മാർത്ഥ സുഹൃത്താണെന്നൊക്കെ പറയുമ്പോൾ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് തിരിച്ചു കൊടുക്കുന്ന രീതിയാണ്. ആ ഒരു തീരുമാനത്തിനെതിരെയാണ് ഒരു സംഘപരിവാരക്കാരന്റെ മുന്നിൽ മുട്ടിലഴയാൻ ഈ നാട് തയ്യാറല്ല എന്നുള്ളൊരു തീരുമാനം സർക്കാർ എടുക്കാൻ പോകുന്നത്. അതായത് 817 കോടി രൂപ കേവലം ഈ നക്കാപ്പിച്ച് എന്ന് പറയുന്നത് 8857 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ്. അതിൽ കേവലം 817 കോടി രൂപയാണ് ഒരു ഔദാര്യം പോലെ കൊടുക്കുന്നത്. ആ ഔദാര്യം പോലെ കൊടുക്കുന്നതിനെ വായ്പയായിട്ട് തരാം. എന്നിട്ട് എങ്ങനെ? നിങ്ങളുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഈ പോർട്ടിന്റെ ഈ കരാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു രീതി അറിയാലോ. നമ്മുടെ ചണ്ടി സാർ ഒപ്പിട്ട് കൊടുത്ത ആ കരാർ പ്രകാരം 15 വർഷത്തോളം ഈ സ്റ്റേറ്റിന് 1 രൂപയുടെ വരുമാനം ഉണ്ടാകില്ല. വരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വരുമാനത്തിന്റെ 20% വെച്ച് കേന്ദ്രത്തിന് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര കിട്ടും? 1000 കോടിയായിട്ട് നമുക്ക് തരുന്ന പണത്തിന് പകരം 10000 കോടിയായിട്ട് തിരിച്ചടച്ചു കൊടുക്കണം. നമ്മുടെ നാട്ടിൽ വട്ടിപ്പലിശയ്ക്ക് പണം കൊടുക്കുന്നവരും ഈ രീതിയിൽ ആരിൽ നിന്നും പൈസ കൊള്ളയടിച്ചെടുക്കില്ല. പക്ഷെ കേരളത്തിന്റെ പണം എങ്ങനെയും ഈ നാടിനെ തകർക്കാൻ വേണ്ടി കൊള്ളയടിച്ചെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു സംരംഭം ഉണ്ടായാൽ അതുകൊണ്ട് ഈ നാടിന് ഒരു ഗുണവും വരരുത്. ഇതാണ് ലക്ഷ്യം വെച്ചിരുന്നത്.
അത് തൽക്കാലം അംഗീകരിച്ചു കൊടുക്കാൻ സൗകര്യമില്ലാന്ന് അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നബാർഡിൽ നിന്ന് സർക്കാർ 2000 കോടി രൂപ കടമെടുക്കുന്നുണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി. അതിൽ നിന്ന് ആ 817 കോടി രൂപ അദാനിക്ക് കൊടുത്തുകൊണ്ട് കേന്ദ്രത്തിന്റെ ആ നക്കാപ്പിച്ച ഇവിടെ വേണ്ട, സംഘപരിവാറിന്റെ മുട്ടിലിഴഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കാലിൽ പിടിച്ച് കിട്ടുന്ന ഒരു ഔദാര്യവും വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഈ നാട് സംഘപരിവാറിനോട് ഏത് രീതിയിലാണ് പോരാടുന്നതെന്ന് ബാക്കിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ട അവസ്ഥയാണ്. പിന്നെ മൂരികളെ എന്ന് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാൻ നിന്നിട്ട് കാര്യമില്ല. ഈ നാട്ടിൽ ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ നേരെ അകത്ത് പോയി മൗനിയായിട്ടിരുന്ന ഒരു പ്രധാനമന്ത്രിക്ക് പിന്നീട് എന്തുകൊണ്ടായിരിക്കും ഭാരതരത്നം കൊടുത്തു എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത കഴുതകളെ കൊണ്ട് നടക്കുന്ന UDF-കാർക്ക് ആ ഒരു തരത്തിലുള്ള ഏറ്റുമുട്ടലൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർക്കുമുണ്ട് ഉള്ളിൽ സംഘപരിവാർ വിധേയത്വം. കാര്യം ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന കണക്കറ്റ സ്വത്തുണ്ടല്ലോ, അതൊക്കെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ED വരാതിരിക്കണമല്ലോ. അതുകൊണ്ട് EDയെ പ്രീണിപ്പിക്കുന്ന വാചകങ്ങൾ മാത്രം പറയുന്നവർക്ക് ഈ നാട് എങ്ങനെയാണ് സംഘപരിവാറുകാരോട് ഏറ്റുമുട്ടുന്നതെന്നും ഈ നാടിന്റെ അഭിമാനവും അന്തസ്സും പണയം വെച്ചുകൊണ്ട് ഒരിക്കലും അവർ തരുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി മുട്ടുമടക്കി നിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ കൊടുക്കുന്ന പണമാണ്, അതിനെ നിങ്ങൾക്ക് എരന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ അവകാശമായിട്ട് തന്നെ കിട്ടേണ്ടതുണ്ട് എന്നുള്ള നിലപാടിലേക്ക് പോവുകയും അവർ തരുന്ന നക്കാപ്പിച്ചയ്ക്ക് അങ്ങോട്ടേക്ക് കൊള്ള പലിശ വാങ്ങിക്കാൻ തീരുമാനിച്ചാൽ നിന്റെ ഒന്ന് നക്കാപ്പിച്ച ഈ നാടിന് വേണ്ട എന്ന തീരുമാനമെടുക്കുമ്പോൾ ഈ നാടിന്റെ അന്തസ്സും അഭിമാനവും ഇവിടെ ഭരണകർത്താക്കൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ഒരു വാർത്തയാണിത്. ഇത് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സംഭവമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. കാര്യം കൊണ്ടുപോകുന്നതിൽ കൊണ്ടുപോട്ടെ, ഈ നാട് അങ്ങനെയൊക്കെ തകരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേയേറെ കുലംകുത്തികൾ കൂടി ജീവിക്കുന്ന നാട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സംഘപരിവാറുകാർക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. ആ സന്ദർഭങ്ങളിലും അവരെ ചാപ്പ കുത്താൻ വേണ്ടി കഥകൾ ഇറക്കാൻ ഇതേ സംഘപരിവാറുകാർ കുത്തി നിറച്ച കുറേയേറെ മാധ്യമ പ്രവർത്തകരെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഏതെങ്കിലും MR അജിത് കുമാറിന്റെ കഥയെടുത്ത് കണ്ടില്ലേ സംഘപരിവാർ ബന്ധം. BJPക്ക് ഈ നാട്ടിൽ ലോക്സഭയിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു. 85,000 വോട്ട് ചോർന്നത് വലിയ ചർച്ചയല്ല. അത് കൊടുത്തവർക്ക് മഹാന്മാരും അവർക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷേ MR അജിത് കുമാർ ഒരു RSS നേതാവിനെ കണ്ടാൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നൊരു കഥയുണ്ടാക്കി നിങ്ങൾ മാനസികമായിട്ട് സംതൃപ്തി കൊള്ളുന്ന സന്ദർഭങ്ങളിൽ ഈ നാട് എങ്ങനെയാണ് സംഘപരിവാറുകാർ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും വികസന പദ്ധതികളെയെല്ലാം തുരങ്കം വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോട് പോരാടുന്നത് എങ്ങനെയെന്ന് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടെടുത്ത പുതിയ തീരുമാനം വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. സാമാന്യമായി ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് എങ്ങനെയാണ് നിങ്ങൾ എന്ത് തരത്തിൽ വഴിമുടക്കാൻ ശ്രമിച്ചാലും അതെല്ലാം ഇനി എത്ര വരിഞ്ഞു കെട്ടിയായിരുന്നാലും ഞങ്ങൾ മറികടക്കാൻ ശ്രമിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിട്ട് വേണം വ്യാഖ്യാനിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അനുമാനിക്കേണ്ടത്.